അങ്ങനെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇരുമ്പുളി അച്ചാറാണ്. ഇനി നമുക്ക് ഇരുമ്പുളി കഴുകി വൃത്തിയായി തുടച്ചെടുക്കണം കേട്ടോ. ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ തുടച്ചെടുത്ത് ഇരുമ്പുളി 4 കീറി അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് വിരകി ഒരു അരമണിക്കൂർ വെച്ചേക്കുക. 4 പച്ചമുളക് നെടുകെ കീറിയത്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അച്ചാർ പൊടി, 1 ടീസ്പൂൺ കടുക്. ഇനി വേണ്ടത് വറുത്ത് പൊടിച്ച ഉലുവ 1 ടീസ്പൂൺ, പിന്നെ കുറച്ച് കായം. ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. കടുക് നന്നായി പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില കുറച്ചൊന്ന് വറുത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. പച്ചമുളകും ഇഞ്ചിയും നന്നായി വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നും എൻ്റെ ശ്രദ്ധക്കുറവോട്ട് എനിക്ക് പണി കിട്ടാറാണ് പതിവ്. പക്ഷേ ഇന്ന് ഫോണായിട്ട് എനിക്ക് പണി തന്നു. ഫോൺ തനിയെ അങ്ങ് ഓഫായി. പിന്നെ ഞാൻ വീണ്ടും ചാർജിങ്ങിൽ ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിലേക്ക് ഞാനിപ്പം മഞ്ഞളും മുളക് അച്ചാർ പൊടിയാണ് ഇട്ടേക്കുന്നത്. മുളക് 2 സ്പൂൺ, അച്ചാർ പൊടി 3 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 നുള്ളാണ് ഇട്ടിരിക്കുന്നത്. ഇതിലേക്ക് പ്രത്യേകിച്ച് ഉപ്പൊന്നും ഇട്ട് കൊടുക്കണ്ട കേട്ടോ. നമ്മൾ ആദ്യം ഉപ്പ് തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇട്ടത് ഉലുവയും കായപ്പൊടിയും കൂടെയാണ്. അത് നന്നായി മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ചെറിയ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് വേവിക്കാൻ കേട്ടോ. അച്ചാർ എന്ന് പറഞ്ഞ സാധനം ഇവിടെ പെട്ടെന്ന് തീരും. അതുകൊണ്ട് ഞാൻ വിനാഗിരി ഇവിടെ യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഒത്തിരി നാൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിനാഗിരി യൂസ് ചെയ്യുക. പിന്നെ ഇത് തണുത്ത് കഴിഞ്ഞിട്ട് ടിന്നിലാക്കി ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ.